എല്ലാ ദിവസവും നമ്മൾ സൂര്യനെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നു. അതുപോലെ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ചന്ദ്രനുമായിട്ട് ഇടപെടുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാവുമോ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ മധുബാലൻ. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ രസകരമായൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നൊരു സമയമുണ്ടല്ലോ. ആ ഉദിച്ചു വരുന്ന സമയത്തിൻ്റെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ സൂര്യനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് ഇവിടെ കമൻറ്റ് ചെയ്യാം. അതായത് സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി സെൻറ്ററാണ്. അപ്പോൾ സൂര്യൻ്റെ ആ ഊർജം നമുക്കും ഒരുപാട് സഹായിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ നിലനിൽപ്പിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനെ നമ്മളുടെ കണ്ണിമ വെട്ടാതെ നമ്മളൊരു 10 മുതൽ 15 മിനിറ്റ് നേരം രാവിലെ സൂര്യനെ നോക്കുക എന്ന് പറയുന്ന ഒരു ശീലമാക്കി നോക്കുക നിങ്ങൾ. അതായത് ഒരു മുടങ്ങാതെ. ഇപ്പോൾ ചില ദിവസം കാർമേഘമുള്ള ദിവസങ്ങളും നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇപ്പം മഴക്കാറുകളൊക്കെ നീങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം കൃത്യമായി സൂര്യനെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ കഴിവതും എല്ലാ ദിവസങ്ങളിലും, അതായത് ഒരു 66 ദിവസങ്ങളിൽ നിങ്ങൾ അടുപ്പിച്ച് ഈ സൂര്യനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കുക. രാവിലെ എല്ലാ ദിവസവും ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് സൂര്യനെ നോക്കുകയും നമ്മൾ അതിനുശേഷം കുറച്ച് നേരം കണ്ണടച്ചിരിക്കുകയും ചെയ്യുക. ആ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആ സമയത്ത് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കാൻ പോകുന്ന, നിങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ കല്യാണം നടക്കുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുപോലെ നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്തായാലും ശരി, ഏതെങ്കിലും 1-2 കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ ആ സൂര്യനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് പുരോഗതി ഉണ്ടാക്കും. ആ ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. എന്താണ് അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് ചിന്തകൾ ഒരേ കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെ നമ്മളുടെ ഫോക്കസ് പോകുന്നോ അങ്ങോട്ട് എനർജി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ വ്യക്തമായ ആശയത്തോടു കൂടി നിൽക്കുന്ന എല്ലാവരുടെ മുന്നിലും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ഐഡിയ മാറുമ്പോഴാണ്, ഇടയ്ക്കിടയ്ക്ക് ഫിയർ ഉണ്ടാകുമ്പോഴാണ്, ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്, ഇത് ലഭിക്കുമോ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് പറ്റുന്നത്, പരാജയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ നേടാൻ പോകുന്ന ആഗ്രഹത്തെക്കുറിച്ച് ഇപ്പം കറണ്ട് സ്റ്റേറ്റസ് എന്തായിക്കോട്ടെ, പക്ഷെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി പുഞ്ചിരിയോടുകൂടി നിങ്ങൾ സൂര്യനുമായിട്ടുള്ള ആ ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തെ ഇൻ്ററാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ വളരെ വേഗത്തിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. അതുപോലെ പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു എനർജി സെൻറ്റർ തന്നെയാണ്. നമ്മുടെ മൂഡിനെ പ്രത്യേകിച്ച് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രനെ നമ്മൾ പൗർണമി ദിവസം ചന്ദ്രനെ നോക്കിയിരിക്കുക. ഒരു കസേരയൊക്കെ വെച്ച് നമ്മൾ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ചന്ദ്രനിൽ നമ്മളങ്ങ് എന്താ പറയുക, മുഴുകിയിരിക്കുക എന്ന് പറയാം. ചന്ദ്രനുമായിട്ട് നമ്മൾ ആ പ്രണയത്തിലാവുക. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായി കുറേ നേരം ചന്ദ്രനുമായിട്ട് ആ പൗർണമി ദിവസം ഒരു 15 മിനിറ്റ് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങൾ ഭയങ്കരമായി ശോഭിക്കുന്നൊരു വ്യക്തിയായി മാറുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമൊന്നും ഇല്ലാതെ വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പൗർണമി എന്ന് പറയുന്നത് അറിയാം, മാസത്തിൽ ഒരു തവണയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൗർണമി ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ അത് റിമൈൻഡർ സെറ്റ് ചെയ്ത് ആ ടൈമിൽ ആ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ആ സമയത്ത് എപ്പോഴെങ്കിലും കുറേ നേരം അതുമായിട്ട് ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് ടെൻഷൻസിനെ ഇല്ലാതാക്കും, നിങ്ങളുടെ വേവലാതികളെ ഇല്ലാതാക്കും, നിങ്ങളുടെ ഈ കടബാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളെ ഇല്ലാതാക്കും, നാളെ എന്താവുന്നുള്ള ആങ്സൈറ്റിയും ടെൻഷൻസും അതുപോലെ അസുഖങ്ങളെക്കുറിച്ചിട്ടുള്ള വാരീസും എല്ലാം ഇല്ലാതാക്കും. അതുകൊണ്ട് എപ്പോഴും ഈ സൂര്യനും ചന്ദ്രനും, എപ്പോഴും എന്നല്ല, പൗർണമി ദിവസം ചന്ദ്രനുമായിട്ടും അതുപോലെ എല്ലാ ദിവസവും സൂര്യനുമായിട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക തേജസ്സും ഉണർവും നിങ്ങളുടെ സമസ്ത മേഖലകളിലും ഉണ്ടാക്കുന്നതാണ്.
അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്കവരും ഈ രാവിലെ എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മിക്കവാറും സൂര്യൻ 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. പക്ഷേ ആ ഒരു ശീലം മാറ്റി വെച്ചിട്ട് ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് വർക്കൗട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറയേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുന്നൊരു സമയമാണത്. അതുകൊണ്ട് രാത്രി കുറേ നേരമുള്ള ഈ മൊബൈലിലുള്ള പരിപാടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരത്തെ കിടന്നുറങ്ങുകയും അതിരാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയാൽ തന്നെ ജീവിത വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നോക്കിക്കോ, സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ നോക്കുക, അവരെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. അപ്പോൾ സൂര്യനുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ചന്ദ്രനുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു പുതിയ തലത്തിലേക്ക് ഉയർന്നതായിരിക്കും. ഇതൊരു അന്ധവിശ്വാസമല്ല, പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.